ഹായ് ഫ്രണ്ട്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇവാന വ്ളോഗ്സിൻ്റെ ജാസ്മിൻ ഗ്രൂപ്പുമായിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയിൽ യാത്ര അവസാനിച്ചത് കരിങ്ങാച്ചിറ പള്ളിയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലമായ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് എത്തിയിരിക്കുന്നത്. മണിച്ചിത്രത്താഴ് സിനിമയും പിന്നെ ഒട്ടനവധി ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് സിനിമയിൽ സുധീഷ് കുളിക്കാനിറങ്ങുന്ന കുളമാണ് ഈ കാണുന്നത്. പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. തട്ടുതട്ടായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഹിൽ പാലസ് അങ്ങനെ സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക മ്യൂസിയമായി. 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങളടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ബിയർ പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. പുരാതന കേരളീയ വാസ്തുവിദ്യയും വിദേശ ശൈലിയും ഒത്തുചേരുന്നതാണ് ഇവിടുത്തെ നിർമ്മാണ രീതി. പഴയകാലത്ത് ഓർമ്മിപ്പിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോല ഗ്രന്ഥികൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തിയ പുരാതന സെറാമിക് സൃഷ്ടികൾ കേരളത്തിൻ്റെ നരവംശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ കുടക്കല്ല്, തൊപ്പിക്കല്ല്, വെട്ടുകല്ലിൽ തീർത്ത ഓർമ്മസ്തംഭങ്ങൾ, മരത്തിൽ തീർത്ത വസ്തുക്കൾ തുടങ്ങി ഇൻഡസ് വാലിയിലെയും ഹാരപ്പൻ സംസ്കൃതിയുടെയും അവശിഷ്ടങ്ങളുടെ മാതൃകകൾ വരെ നമുക്കിവിടെ കാണാം. ആധുനിക കലാസൃഷ്ടിയുടെ ഒരു ഗ്യാലറിയും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പൈതൃകം ഒഴിവാക്കുന്ന ഈ മ്യൂസിയം മലയാളികളുടെ അഭിമാനം കൂടിയാണ്. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുമാണ്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇവിടെ തുറന്ന് പ്രവർത്തിക്കും. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 30 രൂപയും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്.
അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ജാസ്മിൻ ഗ്രൂപ്പുമായിട്ടുള്ള അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ.